പണ്ടെവിടെയോ വായിച്ചൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരമ്മയും മകനും ഒരു ജലാശയത്തിൽ ഇരുന്ന് വിനോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സായന്തനം വൈകുന്നേരം അമ്മയും മകനും സന്തോഷത്തോടെ ചെറു വിനോദങ്ങളിൽ ഏർപ്പെട്ട് വെള്ളത്തിൽ നീന്തുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവിടെ ഒരു അപകടം സംഭവിച്ചു. ആ ജലാശയത്തിൽ നിന്ന് പതുങ്ങിക്കിടന്ന ഒളിച്ചു കിടന്ന ഒരു മുതല ചാടി വന്ന് ഈ മകനെ കയറി പിടിച്ചു. അവന്റെ കാലിൽ കയറി പിടിച്ചു. അയ്യോ, അമ്മ വലിയ വായിന്നുള്ള വിളിച്ചു, അയ്യോ രക്ഷിക്കണമേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണമേ. മകനും വിളിച്ചു. വലിയ നിലവിളിയായി, ബഹളമായി. തീരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. പ്രാണവേദനയിൽ എല്ലാവരും കിടന്നു വിളിച്ചു. നമ്മുടെ രാജ്യമല്ല, മറ്റൊരു രാജ്യത്ത് നടന്നൊരു കഥയാണ്. ഹെലികോപ്റ്ററിൽ പോലീസ് വന്ന് ആ ജലാശയത്തിന്റെ മുകളിൽ നിന്ന് ആ മനുഷ്യനെ കൊല്ലുന്ന ആ മുതലയെ വെടിവെച്ചിട്ട് ഈ കുഞ്ഞിനെ വേർപെടുത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദീർഘമായ ട്രീറ്റ്മെന്റ്. അവന്റെ കാലിന് പറ്റിയ പരിക്കുകളൊക്കെ, മുറിവുകളൊക്കെ ഡോക്ടർമാർ ചികിത്സിച്ചു. ഏകദേശം 1 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അവനെ ചീഫ് കൺസൾട്ടന്റ്, പ്രധാന ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ഒരു പരിശോധന നടത്തി. ആർ യു ഓക്കെ മൈ ബോയ്? അവൻ പറഞ്ഞു, യെസ് സാർ, ഞാൻ ഓക്കെയാണ്, സൗഖ്യമായി, ഞാൻ നാളെ ഭവനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം അവന്റെ ദേഹമാസകലം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവന്റെ മുതുകിൽ ചില മുറിവുകളുണ്ട്. അതിന് മരുന്ന് വെച്ചിട്ടില്ല, കഴുകി വൃത്തിയാക്കിയിട്ടില്ല, അത് നീര് വന്നിരിക്കുന്നു, അത് ശോചനീയമായ അവസ്ഥയിലാണ്. ഈ ഡോക്ടർ അതിശയിച്ചു പോയി. നേഴ്സസിനെയൊക്കെ വിളിച്ചു, സഹ ഡോക്ടർമാരെയൊക്കെ വിളിച്ചു. നിങ്ങൾ ഇത് കണ്ടില്ലായിരുന്നോ? ഈ കുഞ്ഞിന്റെ മുതുകിൽ മുറിവുണ്ടായിരുന്നത്, ഇത് മരുന്ന് വെച്ചില്ലായിരുന്നു, ഇത് ക്ലീൻ ചെയ്തില്ലായിരുന്നോ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അദ്ദേഹം ഒരല്പം ക്ഷോഭത്തോടെ തന്നെ തന്റെ സബോർഡിനേറ്റിനോട് സംസാരിച്ചു. പുഞ്ചിരിക്കുന്ന മുഖവുമായി ഇവൻ പറഞ്ഞു, സാർ, ഞാൻ ഈ മുറിവുകളെ അവർക്ക് കാണിച്ചു കൊടുത്തില്ലായിരുന്നു. ഓടി വന്ന് നേഴ്സസ് പറഞ്ഞു, സാർ, ഞങ്ങൾ പല പ്രാവശ്യം ഇവനോട് ചോദിച്ചു, ഇനി എവിടെയെങ്കിലും മുറിവുണ്ടോ, ഇനി എവിടെയെങ്കിലും വേദനയുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, കാലിൽ മാത്രമേ മുറിവുള്ളൂ, മുതല കടിച്ച കാലിൽ മാത്രമാണ് മുറിവെന്ന് പറഞ്ഞ് ആ കാല് മാത്രം കാണിച്ചു വന്നു. പയ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് മുതുകിലെ മുറിവുകൾ വേദന ഉളവാക്കുന്നില്ല, അതെനിക്കൊരു വേദനയേ അല്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് അത് കാണിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ അതിശയത്തോടെ പറഞ്ഞു, നോ, ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് വലിയ മുറിവുകളാണ്, ഇത് വേദനിക്കുന്നുണ്ടെന്നറിയാം, പിന്നെ നീ എന്താണ് കള്ളം പറയുന്നത്? അവൻ പറഞ്ഞു, ഡോക്ടർ, ഈ കാലിലെ മുറിവ് വേദനയേക്കാൾ ഉപരി എന്നിൽ ഭയമുളവാക്കും. ഈ മുറിവ് കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ വെള്ളത്തിലോട്ട് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ആളക്കൊല്ലി മുതല കടിച്ചതാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഞാനത് കണ്ട് ഭയക്കും, എനിക്ക് ഭയമുണ്ടാകും, ടെൻഷനാകും. എന്നാൽ ഈ മുതുകിലെ മുറിവ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ, ഒന്ന് തപ്പി നോക്കുമ്പോൾ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ മുറിവുകൾ മുതല എന്നെ വെള്ളത്തിലോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ തിരികെ എന്നെ കരയിലേക്ക് വലിക്കാനായിട്ട് എൻ്റെ അമ്മ ശ്രമിച്ചപ്പോൾ സംഭവിച്ച മുറിവുകളാണ്. അമ്മയുടെ നഖക്ഷതങ്ങളാണ്. ഇത് വേദനയുടെ മുറിവല്ല, സന്തോഷത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും മുറിവുകളായിരുന്നു. ഈ മുറിവുകളാണ് എന്നെ ഇന്ന് ജീവനോടെ നിർത്തിയിരിക്കുന്നത്. ഈ മുറിവ് കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് എത്രമാത്രം എൻ്റെ അമ്മ എന്നെ കരുതി, എത്രമാത്രം സ്നേഹത്തോടെയാണ് എൻ്റെ അമ്മ എന്നെ ശുശ്രൂഷിച്ചത്, എത്രമാത്രം കരുതലാണ് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഉണ്ടായിരുന്നത്. ഈ മുറിവുകളാണ് വലിയ അനർത്ഥത്തിൽ നിന്ന് എന്നെ ഇന്ന് ജീവനോടെ വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഈ സ്നേഹത്തിന്റെ മുറിവുകളാണ് നമ്മെയും പലപ്പോഴും ഉത്സാഹത്തോടെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. എല്ലാ വേദനകളും നാശത്തിനുള്ളതല്ല, എല്ലാവരും ഏൽപ്പിക്കുന്ന വേദനയും നാശത്തിനുള്ളതല്ല. ചില സ്നേഹത്തിന്റെ മുറിവുകളുണ്ട്, ചില നന്മയുടെ നഖക്ഷതങ്ങളുണ്ട്. ദൈവം തരുന്ന കൊച്ചു കൊച്ചു സങ്കടങ്ങൾ വലിയ സങ്കടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ പര്യാപ്തമാണെന്ന് തിരിച്ചറിയുക. ആ കൊച്ചു സങ്കടങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഒരു പക്ഷേ അതാകാം നമ്മെ വലിയ വേദനയിൽ നിന്ന് കരകയറ്റുന്നത്.